ഇപ്പോൾ മൂത്തോള് ഒരിക്കലും സിസ്റ്റം പോകുന്ന അവൾ ആദ്യത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞപ്പോൾ ആൾക്കൊരു പെട്ടെന്നൊരു തോന്നിയതാണ് സിസ്റ്റം പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ചു. +2 കഴിഞ്ഞിട്ട് പോയാന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വാശി പിടിച്ചു. പക്ഷേ എന്നാലും പിന്നെ അച്ഛന്മാരൊക്കെ സംബന്ധിച്ചപ്പോൾ അവൾ +2 കഴിഞ്ഞിട്ട് പോയുള്ളൂ. പക്ഷേ അത് 2 വർഷത്തിനുള്ളിൽ അവളൊരു എനിക്ക് തോന്നുന്നു ബോൾഡായിട്ടൊരു തീരുമാനത്തിൽ ആൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ പോകണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. കാരണം ആ ഒരു തീരുമാനത്തിലെത്താനായിട്ട്. അതുപോലെ തന്നെ എല്ലാ മക്കളെയും ദൈവം ക്രമീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനനുസരിച്ച് പോകും. ക്യാമ്പിന് പോയപ്പോൾ എന്തോ സന്യാസ സമൂഹത്തിന്റെ സന്തോഷം, ഒരു ജോയ് കണ്ടു. അപ്പോൾ അത് പോകണം തോന്നി. പിന്നെ ഈശോനെ അറിഞ്ഞു. അപ്പോൾ എന്ത് ഈശോയ്ക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയോട് അടിച്ചുപൊളി ജീവിക്കണം, അത്ര ഉണ്ടാകുന്നുള്ള മൈൻഡിൽ അങ്ങനെ പോയി. ഈശോയുടെ എത്തിക്ക് വരുമ്പോൾ ഒന്നും പേടിക്കില്ല. കാരണം ഈശോ നമ്മൾ കൂടെ നടക്കാണ്. അപ്പോൾ നമ്മൾ ഈശോനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈശോയുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ വീട്ടുകാരെ നോക്കാന്നുള്ളത്. അപ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈശോയോട് പറയാം, ഈശോയെ വീട്ടുകാരെ നോക്കിയോളൂ. അതിനിപ്പോൾ വീട്ടുകാരെ വിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളവിടെ ഈശോയുടെ കൂടെ ഹാപ്പി ആണെങ്കിൽ ഈശോ നമ്മുടെ വീട്ടുകാരുടെ കൂടെ അതിനേക്കാളും ഡബിളായിട്ട് ഹാപ്പി ആയിരിക്കും. ഞാൻ സാന്തു വിയക്കുട്ടി സാധനം എന്നുള്ളൊരു ഓർഡർ എങ്ങനെയുണ്ടല്ലോ. അപ്പോൾ അവരെന്തായാലും ഒറ്റയ്ക്കാവില്ല. കാരണം എന്തായാലും ആരെങ്കിലും ഒക്കെ കൂടി ഉണ്ടാവും എന്നുള്ളത്. കുറച്ച് പേര് കൂടി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹാപ്പി ആയിരിക്കും.